ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിംഗ് സീരിയൽ. ഞാനിന്നിവിടെ കുടുംബവിളക്ക് സീരിയലിലെ 23 ഡിസംബർ 2020, അതായത് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കാത്തിരുന്ന കാര്യം തന്നെയാണ് സംഭവിച്ചത്. അജു വർഗീസ് നമ്മുടെ സുമിത്രയുടെ കട ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷം എന്താണെന്ന് നമുക്ക് നോക്കാം. അജു വർഗീസ് സമയത്ത് എത്താത്തത് മൂലം നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ ഓഫീസിൻ്റെ ചീഫ് സെക്രട്ടറി ബഹളം ഉണ്ടാക്കുകയും അതേ തുടർന്ന് ചീഫ് സെക്രട്ടറി തന്നെ ഉദ്ഘാടനം നിർവഹിക്കുകയും നമ്മുടെ വേദിക്ക് സിദ്ധാർത്ഥിനും കമ്പനിക്കുണ്ടായ അപമാനത്തിൽ വിശദീകരണം നൽകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോകുന്നതൊക്കെ കാണിക്കുകയാണ്. സരസ്വതി അമ്മയും സിദ്ധാർത്ഥ ശരണയും വേദിക അനിരുദ്ധ ആകെ നാണം കെട്ട ഒരു ദിവസമാണ് ഇന്നത്തേത്. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് സുമിത്രയുടെ പ്രസംഗം കാണിച്ചുകൊണ്ടാണ്. എൻ്റെ കൊച്ചുകടയിൽ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ അജു സാർ കാണിച്ച വലിയ മനസ്സിന് നന്ദി. എൻ്റെ കൂട്ടുകാരി നിലീന കാരണമാണ് എനിക്ക് ഈ ഭാഗ്യമുണ്ടായത്. ഒരു വീട്ടമ്മയിൽ നിന്നും ഞാനിന്നൊരു ഷോപ്പ് ഓണറിലേക്ക് എത്തി. എൻ്റെ ഉത്തരവാദിത്വം കൂടിയിരിക്കുന്നു എന്നൊക്കെയായിരുന്നു സുമിത്രയുടെ വാക്കുകൾ. ശേഷം അജു വർഗീസ് സാറ് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ്. കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ യാത്രയാക്കുന്നു. അജു സാറ് പോയ ശേഷം നമ്മുടെ അച്ചച്ചൻ സുമിത്രയുടെ ആയിട്ട്, ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ മോളെ, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്. ആരൊക്കെ നിനക്കെതിരെ എന്തൊക്കെ ചെയ്താലും ദൈവം നിന്നെ രക്ഷിക്കും എന്ന് അച്ചച്ചൻ പറയുന്നു. ശേഷം കാണിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ ഓഫീസാണ്. അജു സാർ ഉദ്ഘാടനത്തിന് എത്താത്തതിനെ തുടർന്ന് നമ്മുടെ ചീഫ് സെക്രട്ടറി ബഹളം വയ്ക്കുന്നു. സിദ്ധാർത്ഥിനോടും വേദികയോടും എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടുന്നു. ഒരു കോർഡിനേറ്റർ വഴിയാണ് ഞങ്ങൾ അജു സാറിനെ ബന്ധപ്പെട്ടതെന്ന് വേദിക വിശദീകരണം ആരംഭിച്ചപ്പോൾ ഇത്തരം ചൈൽഡിഷ് എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കേണ്ടെന്നും ഇതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും ഉദ്ഘാടന സമയത്ത് തന്നെ നടക്കാനാണ് താൻ വന്നതെന്നും കൃത്യസമയത്ത് ഉദ്ഘാടനം കാണണമെന്നും നമ്മുടെ ചീഫ് സെക്രട്ടറി പറയുമ്പോൾ സാറിന് തന്നെ ഉദ്ഘാടനം ചെയ്തൂടെ എന്ന് ആർക്കെ ചോദിക്കുന്നതിനെ തുടർന്ന് ചീഫ് സെക്രട്ടറി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് പോകാനിറങ്ങിയ ചീഫ് സെക്രട്ടറി സിദ്ധാർത്ഥനും വേദികയ്ക്ക് വാണിംഗ് നൽകിയാണ് മടങ്ങിയത്. ചീഫ് സെക്രട്ടറി പോയ ശേഷം ആർക്കെ സിദ്ധാർത്ഥിനോടായിട്ട്, സാറിൻ്റെ ഭാര്യയുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന അതേ താരത്തെ വിളിക്കേണ്ടായിരുന്നു. എങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ മുന്നിൽ ഇങ്ങനെ നാണം കെടേണ്ടി വരില്ലായിരുന്നു. കുടുംബാംഗങ്ങൾ ആകെ നാണം കെട്ട അവസ്ഥയിലായിരുന്നു. അജു വർഗീസ് സുമിത്രയുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തതായിരുന്നു എല്ലാവരുടെയും നാണക്കേടിൻ്റെ മുഖ്യ കാരണം. ശേഷം കാണിക്കുന്നത് ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീട്ടിലെത്തുന്നതാണ്. സരസ്യമ്മയും കൂട്ടരും വീട്ടിൽ കയറാനാകാതെ വിഷമിച്ച് പുറത്തു നിൽക്കുകയായിരുന്നു. സുമിത്രയുടെ കട ഉദ്ഘാടന ശേഷം അവർ തിരിച്ചെത്തിയോ, എത്തിയെങ്കിൽ എങ്ങനെ അവരെ ഫേസ് ചെയ്യും എന്നൊക്കെയായിരുന്നു സരസ്യമ്മയുടെയും കൂട്ടരുടെയും മനസ്സിൽ. എന്നാൽ അമ്മയുടെ ഷോപ്പ് ഉദ്ഘാടനത്തിന് പോയാൽ മതിയായിരുന്നു, എന്നാൽ ഇങ്ങനെ നാണം കെടേണ്ടി വരില്ലായിരുന്നു എന്ന് ശീതൾ പറയുമ്പോൾ, നീ എന്തിനാ ഞങ്ങളോടൊപ്പം വന്നത്, നിനക്ക് സുമിത്രയുടെ ഷോപ്പ് ഉദ്ഘാടനത്തിന് തന്നെ പൊക്കൂടായിരുന്നോ എന്ന് സരസ്യമ്മ തിരിച്ചും ചോദിക്കുന്നു. എന്നാൽ ഞാൻ അമ്മയുടെ ഷോപ്പ് ഉദ്ഘാടനത്തിന് പോകാനിരുന്നതാ. അജു വർഗീസ് അച്ഛൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് വരുമെന്ന് പറഞ്ഞതിനാലാണ് ഞാൻ വന്നത്. മാത്രവുമല്ല വേദികാന്റിയും വിളിച്ച് ഒത്തിരി നിർബന്ധിച്ചു. അച്ഛനും വേദികാന്റിയും അമ്മയുടെ ഷോപ്പ് ഉദ്ഘാടനം മുടക്കാൻ നോക്കണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ശീതളും തിരിച്ചും പറയുന്നു. മല്ലിക മാത്രമേ അകത്ത് കാണുള്ളൂ, മറ്റുള്ളവർ എത്തി കാണില്ല. മല്ലിക എന്തേലും പറഞ്ഞാൽ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് സരസ്യമ്മ മറ്റുള്ളവരെയും വിളിച്ച് അകത്തേക്ക് പോകുന്നു. എന്നാലും നമ്മുടെ അച്ചച്ചൻ റേഡിയോയും കേട്ട് ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അച്ചച്ചൻ നമ്മുടെ സരസ്യമ്മയെ കണക്കിന് തന്നെ പരിഹസിച്ചു. മറ്റുള്ളവരെ അനന്യയെ ഒപ്പം കൂടി. ഇതേ സമയം സുമിത്ര അങ്ങോട്ട് വന്നു. ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാവരും ഷോപ്പിൽ വരുമെന്ന് കരുതി, എന്നാൽ ആരും വന്നില്ല എന്ന് സുമിത്ര പരിഭവം പറയുകയും ചെയ്തു. ശേഷം നമ്മുടെ സരസ്യമ്മയെ മല്ലിക ചെറുതായി ഒന്ന് പരിഹസിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അച്ചച്ചനും വരുന്നു. സുമിത്ര നാളെ മുതൽ ഷോപ്പിൽ പോയി തുടങ്ങുക, വീട്ടുകാര്യങ്ങളെല്ലാം സരസ്യമ്മ തന്നെ നോക്കണമെന്ന് നമ്മുടെ അച്ചച്ചൻ പറയുന്നു. അതിനോട് ജോലിക്കാരിയെ മല്ലിക ഉണ്ടല്ലോ, അവൾ നോക്കിക്കൊള്ളും എന്ന് സരസ്യമ്മ മറുപടിയും പറയുന്നു. എന്നാൽ ഞാൻ അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്ന ആഹാരം സരസ്യമ്മയ്ക്ക് പിടിക്കില്ലല്ലോ. എന്നെ കൊണ്ട് ചെയ്യിക്കാത്ത ജോലി ഇനി ഞാൻ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട എന്ന് മല്ലിക പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ സുമിത്രയെ അങ്ങനെ ഇന്ന് ഷോപ്പിൽ വിടാനൊന്നും പറ്റില്ലെന്നും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കുമെന്ന് സരസ്യമ്മ ചോദിക്കുമ്പോൾ, നീ തന്നെ നോക്കണമെന്നും ഇത്രയും നാൾ മരുമകളെ ഒന്നിനും കൊള്ളാത്തവൾ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു കൊണ്ടിരുന്നപ്പോഴും ഓർത്തില്ലായിരുന്നോ അവൾ ഒന്നിനും കൊള്ളാത്തവളല്ലെന്ന് തെളിയിക്കാൻ ഇറങ്ങുമെന്ന്. സുമിത്ര ഇല്ലെന്ന് കരുതി ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കാതെ പോകരുതെന്നും സരസ്യമ്മ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നും ശിവദാസ മേനോൻ തറപ്പിച്ചു തന്നെ പറയുന്നു. ആകെ പെട്ടുപോയ അവസ്ഥയിലിരിക്കുന്ന സരസ്യമ്മയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നാളത്തെ എപ്പിസോഡിൽ സുമിത്ര ഷോപ്പിൽ പോയി തുടങ്ങുന്നതും പിന്നെ സിദ്ധാർത്ഥ് ബുദ്ധിമുട്ടിയാണെങ്കിലും സുമിത്രയെ ഫേസ് ചെയ്യുന്നതും സുമിത്രയുടെ കയ്യിൽ നിന്ന് കണക്കിന് വാരി കൂട്ടുന്നതും ഒക്കെ ആയിരിക്കും.
റിവ്യൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.